പേവിഷബാധയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 5.5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡോക്ടർമാർ ശാസ്ത്രീയമായ എല്ലാ ചികിത്സയും കുട്ടിക്ക് നൽകിയിരുന്നു. ഞരമ്പിനെ നേരിട്ട് ബാധിക്കുന്ന മുറിവുകൾ ഉള്ളപ്പോൾ പ്രതിരോധ വാക്സിൻ വിജയകരമാകണമെന്നില്ല. ആദ്യം പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിയിൽ ERG കുത്തിവയ്പ് എടുക്കാത്തതും ചികിത്സയ്ക്ക് തിരിച്ചടിയായി. നാഡീവ്യൂഹങ്ങൾക്കടുത്തുള്ള മുറിവുകളിലൂടെ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു. സമാനമായ സാഹചര്യത്തിൽ നേരത്തെയും മരണം റിപ്പോർട്ട് ചെയ്തിരുന്നതായും ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് ഈ നെർവ് എൻഡിങ്ങിൽ ഈ നെർവിൽ വന്നു കഴിഞ്ഞാലാണ് ഇപ്പോൾ എപ്പോഴും കടിയുടെ ഡെപ്ത് അനുസരിച്ച് നെർവിന് ഡയറക്റ്റ് ഇഞ്ചുറി വരിക. നെർവിന് ഞരമ്പിന് അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഇപ്പം മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പം ബ്രെയിനുമായിട്ടുള്ള അടുപ്പം ദൂരം വളരെ കുറയും. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാം. വാക്സിന് പ്രവർത്തിച്ച് വരാനൊരു സമയം എടുക്കുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഓൾറെഡി അത് നെർവിലെത്തി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഇമ്യൂണോഗ്ലോബുലിന് പരിമിതികളുണ്ട്. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ കുറേ മുറിവുകൾ മുഖത്തും തലയിലും മുറിവുകൾ ഉണ്ടാകുമ്പം ഇതിന് ആർക്കാണെങ്കിലും ഒരു നമ്മൾ 100% ഈ ഇമ്യൂണോഗ്ലോബുലിൻ അത് അതിനായാലും വിജയകരമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല, കൂടുതലാണ്. അപ്പോൾ എല്ലാവിധ ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ട എല്ലാവിധ ചികിത്സയും കൊടുത്തിട്ടുണ്ട്.